ഇറ്റ്സ് മീ പ്രീതി. ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകാമെന്നല്ലേ? നമ്മൾ ഇന്നൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം. പോയാലോ? എവിടെയാണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? നമ്മൾ വയനാട്ടിലുള്ള വെള്ളമുണ്ടയുള്ള പുളിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അപ്പം നമ്മൾ ഇത്രയും പേരാട്ടോ പോകുന്നത്. നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോയാലോ? ഞാൻ പണ്ട് ഒരു പ്രാവശ്യം വന്നതാ ഇവിടെ. അപ്പോൾ ആന വന്നിട്ട് ആഴേക്ക് ഒടിച്ച് കേട്ടോ. അങ്ങനെ ആരൊക്കെയാണ് പോകുന്നതെന്നല്ലേ? ഞാനും എൻ്റെ 2 മക്കളും, ചേച്ചിയും ചേച്ചീൻ്റെ 2 മക്കളും, ചേട്ടനും ചേട്ടൻ്റെ 2 മക്കളും, ഭാര്യയും അമ്മയും ഒക്കെ കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവരെവിടെ നിന്നാണ് വരുന്നതെന്നല്ലേ? ഇവർ കാസർഗോഡ് നിന്നാണ് വരുന്നത്. കാസർഗോഡ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഭീമനടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവർ വരുന്നത്. അപ്പം നമ്മളിത് ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. നമ്മളിവിടെ എൻ്റെ ഒരു ചേച്ചീൻ്റെ വീട് ഇവിടെ പുളിഞ്ഞാലാട്ടോ. അപ്പം നമ്മളവിടെ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയി എത്തിയത് ഒരു കിഡിലൻ ഒരു വ്യൂവിലേക്കാട്ടോ. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എവിടെ ഇരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ സായാഹ്നങ്ങൾ ഇവിടെ വന്ന സമയം ചിലവഴിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ എത്രത്തോളം സുരക്ഷിതമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ ആന ഇറങ്ങും. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ കുന്നുകളില്ലേ, അത് ബാണാസുരമലയാട്ടോ. അതാണ് ബാണാസുരമല. അപ്പം നമ്മളിവിടെ നിന്ന് ഇവർ ഫോട്ടോയും സെൽഫിയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ഫോട്ടോ സെക്ഷനും വീഡിയോ പിടുത്തവും ഒക്കെയാണ് കേട്ടോ. എങ്ങനെ വീഡിയോ പിടിക്കാതിരിക്കും? അത്രയ്ക്കും നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, ഇതിനേക്കാളും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അത് ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയാണ്. അവരതാ സെൽഫിയൊക്കെ എടുത്ത് അടിച്ചു പൊളിക്കുന്നു. സെൽഫി അല്ല, ഞാൻ അല്ലാണ്ട് എടുത്ത ഫോട്ടോയാണ്. അങ്ങനെ ഇവിടെ കണ്ടില്ലേ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിപ്പോൾ അവസാനം ഞാൻ എൻ്റെ 2 മക്കളെയും പിടിച്ച് നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തേ. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ഒരു കാട്ടിക്കൂടെ പോകണം കേട്ടോ ഗൈസ്. നമ്മളെവിടെയാണ് എത്തുന്നതെന്ന് നോക്കിക്കോ. ഇങ്ങനത്തെ ഒരു കാട്ടിക്കൂടെ പോയിട്ടാണ് അവസാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച ഇവിടുന്നേ കേൾക്കാട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ എവിടെ നിന്നൊക്കെയോ വെള്ളം വീഴുന്ന ഒച്ച കേട്ടോ. അങ്ങനെ സൈഡിൽ കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്താ കാഴ്ച? അത് അങ്ങ് അകലേക്കൂടെ വെള്ളത്തിൻ്റെ പൊട്ടുകൾ കാണുന്നു. സൂക്ഷിച്ച് നോക്കിയാണ്ടോ, സൂം ചെയ്ത് നോക്കിയാൽ അവ പാറപ്പുറത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നു. പക്ഷെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്കല്ല പോകുന്നത്. നമ്മളെ കാത്തിരിക്കുന്നത് വേറെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് മക്കളെ, സുഹൃത്തുക്കളെ. അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. അടുത്തോണ്ടിരിക്കുക കേട്ടോ. ഞാൻ പണ്ടെങ്ങാനും ഈ ജിൻസി ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ പാടെ പണ്ടെങ്ങാനും വന്നതാട്ടോ. അപ്പം നമ്മളിവിടേക്ക് കൊണ്ടുവന്ന ആരാന്നല്ലേ? ജിൻസി ചേച്ചിൻ്റെ മോൻ അടോൻ്റെ കൂടെ കേട്ടോ നമ്മളെല്ലാം പോകുന്നത്. അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോഴാണ് കാലേ കൂടെ എന്തോ പോകുന്നത്. നോക്കുമ്പോൾ തോട്ടപ്പുഴ. നമ്മളിതിന് തോട്ടപ്പുഴ എന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ അതാ ഇവർ ചെരുപ്പ് ഊരി വെച്ച് അവരുടെ ചെരുപ്പയിൽ നിറച്ചും തോട്ടപ്പുഴ. എൻ്റെ ദൈവമേ, എന്തൊരു പുഴുവാണോ, എനിക്ക് വയ്യ. നമ്മളെ കാലയിലൊക്കെ ചോര കൊണ്ട് അഭിഷേകം നമ്മളെ കടിച്ചത്. എത്രയെണ്ണം കടിച്ചിട്ട് നമ്മൾ കാണാതെ ചാടിപ്പോയി കേട്ടോ. അടിപൊളി എച്ചിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇമ്മാതിരി അച്ചിലിനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്ത് രസമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മറ്റേ ചീഞ്ഞ അച്ചിൽ പോലത്തെ അച്ചിലല്ല കേട്ടോ. ഇത് കാണാൻ തന്നെ സൂപ്പർ അച്ചിൽ. ആഹാ, ഇങ്ങനെ മേളിലേക്ക് കയറി പോവാം. അവരൊക്കെ അതാ പിച്ച വെച്ച് മെല്ലെ വരും. ഞാൻ ചെരുപ്പൊന്നും ഊരിയില്ല. ചെരുപ്പ് ഊരിയാൽ ചിലപ്പോൾ തെന്നി വീണാലോ പുറത്തൊന്നും. അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിലേക്കൂടെ തന്നെ ആ കാണുന്നില്ലേ, അതാണ് അഡോൺ. അവനാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവൻ്റെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൻ നിൽക്കുന്നിടത്തേക്ക് എനിക്കും കയറണം എന്നുണ്ട്. പറ്റുമോ നോക്കട്ടെ. പെണ്ണേച്ചിയൊക്കെ അത് അവിടെ നിന്ന് മെല്ലെ വരുന്നു. ചേച്ചിയാണത്. ചേച്ചീനെ ഞാൻ വിളിക്കുന്നത് പെണ്ണേച്ചി എന്നാണ്. അപ്പോൾ ചേച്ചി അതാ മെല്ലെ അവിടെ നിന്ന് കയറി വരുന്നു. അപ്പോൾ എനിക്ക് പാറക്കല്ലിൻ്റെ അവനാണ് അടോ. അപ്പോൾ അവൻ നിൽക്കുന്നിടത്താണ് എനിക്ക് കയറേണ്ടത്. ഇവിടുന്ന് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ടേ. എന്തായാലും എനിക്ക് കയറാൻ പറ്റുമെന്ന് നോക്കണ്ട. അവരവിടുന്ന് നല്ല വെള്ളത്തിൽ കളിക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ മാത്രമുള്ള വെള്ളമില്ല. വെള്ളം ഇങ്ങനെ വന്നപാടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. വെള്ളത്തിന് നല്ല പവറാട്ടോ. ഇന്ന് കാണുമ്പം ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല. സാധാരണഗതിയിൽ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാവേണ്ടതാണ്. പക്ഷെ നല്ല പവറിലാണ് വെള്ളം അവിടെ നിന്ന് ചാടുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് കയറട്ടെ. അങ്ങനെ ഞാൻ അവിടെ എത്തി. എനിക്കിവിടുന്ന് എന്നെ തന്നെ കാണുമ്പോൾ പേടിയാവും കേട്ടോ. ഞാനിപ്പോൾ വീഴുന്ന പോലെയാണ് ഉള്ളത്.
പക്ഷേ ഇല്ല, അവിടെ കയറി കഴിഞ്ഞാൽ നല്ല വീതിയുണ്ട് കേട്ടോ. ഇല്ല വെള്ളം, എനിക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യേലും ഒക്കെ വെള്ളത്തിൻ്റെ ഇതിങ്ങനെ മഴ പെയ്യുന്ന പോലെ തെറിക്കുന്നുണ്ടായിരുന്നേ. എൻ്റെ കയ്യേലൊക്കെ കണ്ടോ, നല്ല നനയുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് മഴ ഇങ്ങനെ ചാറി പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു നിൽക്കുമ്പോൾ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ്. ഇത് അത്യാവശ്യം നല്ല പരന്ന സ്ഥലം, പാറക്കല്ലുണ്ടെങ്കിലും നല്ല പരന്ന സ്ഥലം കേട്ടോ അവിടെ. അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ കാല് തൊട്ടപ്പോഴത്തേക്കും ഇത് ഭയങ്കര തണുപ്പാണ്. വെള്ളത്തിൽ ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവിടുന്ന് കുറേ സെൽഫിയും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ സമയം ഇങ്ങനെ ഇതൊക്കെ എടുത്ത് അവിടെ നിന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ലേ. പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. കണ്ടില്ലേ വെള്ളത്തിൻ്റെ ആ ഇങ്ങനെ തെറിക്കുന്ന സംഭവം തന്നെ സൂം ചെയ്തപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ നമ്മൾ തിരിച്ചു കയറുക കേട്ടോ. ആനേനെ കട്ട് അവരൊക്കെ ഓടിക്കോ. എല്ലാ സ്ഥലത്തും കാടുകൾ. നമ്മൾ തിരിച്ച് ഒരു 5:30 5:45 ആയേ ഇങ്ങനെ പോകുമ്പോൾ. 5:30 5:45 6 മണിയാവാനായി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് ജിൻസി ചേച്ചി വിളിച്ചത്, നിങ്ങൾ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവല്ലേ, അവിടെ പിന്നെ അവിടേക്ക് പെർമിഷൻ ഇല്ല പോവാൻ. കാരണം നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു ഗൈഡായിരുന്നു ഒരു ചേട്ടനെ ആന പിന്നെ കൊന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അങ്ങനെ ഞങ്ങൾ വേഗം ഓടിച്ചാടി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ ഒരു കുരിശുപള്ളിയുണ്ട്, അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ കുറേ റിസോർട്ടുകളാട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇപ്പുറത്ത് താഴത്തെ വശത്തേക്ക് നിറച്ചും തേയിലത്തോട്ടാണ്. അങ്ങനെ ജിൻസി ചേച്ചീൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അതാ ജിൻസി ചേച്ചി അവലോസ് പൊടി, ചൂട് ചായ, ചൂട് പഴം പുഴുങ്ങിയതൊക്കെ തിന്ന് നമ്മൾ അടിപൊളി എൻജോയ് ചെയ്ത് നമ്മൾ മടങ്ങി.